മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കദളിവനം, ഔഷധവനം, പാവൽനാട് പദ്ധതികളിലെ കർഷകർക്കുള്ള ഓണം ബോണസ് വിതരണവും ഔഷധ സസ്യ തൈ വിതരണവും ഈ മാസം 25-ന് നടക്കും. രാവിലെ 10:30 ചെട്ടിച്ചാൽ ശ്രീ ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനവും കർഷകരെ അനുമോദിക്കലും ബോണസ് തൈ വിതരണവും നിർവഹിക്കും. പുതുക്കാട് MLA കെ രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ഔഷധസസ്യ ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ H. മുഹ്സീന മുഖ്യപ്രഭാഷണം നടത്തും. കദളിവനം പദ്ധതിയിലെ ബോണസ് വിതരണം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബിയും, പാവൽനാട് പദ്ധതിയിലെ ബോണസ് വിതരണം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസും നിർവഹിക്കും. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ P. രാമചന്ദ്രൻ MLCS ഇൻഫ്രാ സൊല്യൂഷൻ ലോഗോ പ്രകാശനം ചെയ്യും. 2008 മുതൽ കൃഷി, ശേഖരണം, സംസ്കരണം, വിപണനം എന്നീ മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ നൂറുകണക്കിന് കർഷകർക്ക് സ്ഥിരവരുമാനം ഉറപ്പാക്കാൻ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. നിലവിൽ 500-ലധികം കർഷകരെ ഉൾപ്പെടുത്തി 5 ജില്ലകളിലായി കുറുന്തോട്ടി കൃഷി വിപുലീകരിച്ചു വരികയാണ്. സഹകരണ മേഖലയിൽ രാജ്യത്ത് ആദ്യമായി ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം ആരംഭിച്ച സംഘത്തിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി ആയുഷ് വകുപ്പിന്റെ GMP അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെ സീഡ് ജംബ്ലാസം സെന്റർ, സ്റ്റോറേജ് ഗോഡൌൺ, റൂറൽ കളക്ഷൻ സെന്റർ, വാല്യൂ അഡീഷൻ സെന്റർ, മോഡൽ നഴ്സറി എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ MLCS പ്രസിഡന്റ് A. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി KP പ്രശാന്ത്, ഭരണസമിതി അംഗങ്ങളായ PS പ്രശാന്ത്, ദേവേന്ദ്ര ബാബു എന്നിവർ പങ്കെടുത്തു. 2008 പ്രവർത്തനം ആരംഭിച്ച മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വിവിധ രൂപത്തിലുള്ള പദ്ധതികളുടെ ഭാഗമായി ഇന്ന് സഹകരണ രംഗത്ത് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 2008 മുതൽ നടപ്പിലാക്കിയിട്ടുള്ള വിവിധ പദ്ധതികൾ, ആ പദ്ധതികൾ ഔഷധവനം പദ്ധതി, പാവൽനാട് പദ്ധതി, അതുപോലെ തന്നെ കദളിവനം പദ്ധതി തുടങ്ങിയ വിവിധ പദ്ധതികൾ, ആ പദ്ധതികളുടെ ഭാഗമായി സൊസൈറ്റി നടത്തിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ അത് ഇതിനോടകം തന്നെ സഹകരണ ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ സ്ഥാപനത്തിന് നല്ല പേര് ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെയാണ് മറ്റ് മേഖലകളിലും ലേബർ സൊസൈറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സംസ്ഥാന ഔഷധ സസ്യ ബോർഡിൻ്റെ സഹകരണത്തോടു കൂടി, അവരുടെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ പുതിയ പ്രോജക്റ്റുകൾക്ക് തുടക്കം കുറിക്കുന്നത്. ദേശീയ ഔഷധ സസ്യ ബോർഡിൻ്റെ സബ്സിഡി, പൂർണ്ണമായും സബ്സിഡിയോട് കൂടിയിട്ടുള്ള സാമ്പത്തിക സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മളൊരു ബൈബാക്ക് കൃഷി രീതിയാണ് അവലംബിച്ച് വരുന്നത്. കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ആ ഉൽപ്പന്നങ്ങൾ പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഔഷധ കമ്പനികൾക്ക് കൊടുക്കുകയും ചെയ്യുക എന്ന രീതിയിലാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആയുർവേദ കമ്പനികളുമായി നമ്മളൊരു MOU ഒപ്പുവെക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി നടന്ന ചടങ്ങും ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ K. മുരളീധരൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മൾ അത് നടത്തുകയുണ്ടായി. മെഡിമിക്സ് കമ്പനിക്ക് അതുപോലെ തന്നെ മറ്റ് സീതാറാം ഉൾപ്പെടെയുള്ള ആയുർവേദ സ്ഥാപനങ്ങൾക്കും വിവിധ ഔഷധ സസ്യങ്ങൾ നൽകാം എന്ന ധാരണാപത്രമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒപ്പുവെച്ചത്. അപ്പോൾ അതുപ്രകാരം കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള കർഷകരെ കണ്ടെത്തി അവർക്ക് ഈ ഔഷധ സസ്യങ്ങൾ നടുന്നതിന് വേണ്ടി നൽകുന്ന തൈകളുടെ വിതരണം, ഉദ്ഘാടനം, അതുപോലെ തന്നെ നമ്മുടെ വിവിധ പദ്ധതികൾ, ഇപ്പോൾ കദളിവനം പദ്ധതിയുടെ ഭാഗമായി കദളി പഴം അല്ലെങ്കിൽ കദളി കായ നമുക്ക് കൊണ്ടുവരുന്ന കർഷകർക്ക് ഏറ്റവും കൂടുതൽ തന്ന ആളുകൾക്കുള്ള ബോണസ് കൊടുക്കുക എന്ന പദ്ധതി. ഒരു ഔഷധ വനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറുന്തോട്ടി കർഷകർ, ആ കുറുന്തോട്ടി കർഷകർ നമുക്ക് കുറുന്തോട്ടി കൊണ്ട് തന്നതിൻ്റെ ഭാഗമായി അവർക്കും ഒരു നിശ്ചിത വിലയുണ്ട്. ആ വില അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ തരുന്ന ആളുകൾക്ക് നൽകുന്ന ബോണസ്, ആ ബോണസിൻ്റെ വിതരണവും കൂടിയാണ് ഇപ്പോൾ ഈ വരുന്ന ആഗസ്റ്റ് മാസം 25-ാം തീയതി രാവിലെ 11 മണിക്ക് MLCSൻ്റെ ഫാക്ടറിയിൽ വെച്ച് നമ്മൾ നടത്തി. ഫാക്ടറിയുടെ തൊട്ടടുത്തുള്ള അമ്പലം ഹാളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അന്നേ ദിവസം ഒരു
ഉത്രാടത്തിന് ആണ് ഈ പരിപാടി എന്നുള്ളതുകൊണ്ട് ഒരു ഓണസദ്യ കൂടി അന്ന് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്.